പ്രഭു ബ്ലോഗ്സ് ഒന്നും പെൻഡിങ് ഇല്ലല്ലോ? ഓക്കെ, ഗുഡ്. എന്താണ് അശ്വതി? ഗുഡ് മോർണിംഗ് സർ. എല്ലാവരുടെയും ഒരു സംശയമാണ് സർ, ഈ ബ്രസ്റ്റിലെ മുഴകൾ ക്യാൻസർ ആണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്തിനാണ് സർ ബയോപ്സി ചെയ്യുന്നത്? ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന മുഴകളെല്ലാം ക്യാൻസർ അല്ല. ഒരു ക്ലിനിക്കൽ അസസ്മെൻറ്റിൽ 100% ക്യാൻസർ എന്ന് പറഞ്ഞ് റിമൂവ് ചെയ്യുന്ന മുഴകൾ പോലും ചിലത് ക്യാൻസർ അല്ലാതെ ആയിട്ട് വരുന്നുണ്ട്. അവിടാണ് ഒരു പത്തോളജിസ്റ്റിൻ്റെ പ്രസക്തി. ഇത് ഒരു ബ്രസ്റ്റിൽ നിന്ന് ഒരു മുഴ പുറത്തെടുത്താൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ അത് ക്യാൻസർ ആണോ ഇല്ലയോ. രണ്ടാമതായിട്ട് അത് ക്യാൻസർ ആണെങ്കിൽ ഏത് ടൈപ്പ് ക്യാൻസർ, അതായത് ഹിസ്റ്റോളജിക്കൽ ടൈപ്പ്. മൂന്നാമത് ക്യാൻസർ ആണെങ്കിൽ ഏത് ഗ്രേഡ് ക്യാൻസർ, ലോ ഗ്രേഡ് ആണോ ഹൈ ഗ്രേഡ്. നാലാമതായിട്ട് മാർജിൻസ്, റിസക്റ്റഡ് മാർജിൻസ്, അതായത് മുറിച്ചു മാറ്റിയ മാർജിൻ അത് ക്യാൻസർ കോശങ്ങളിൽ നിന്ന് ഉണ്ടോ ഇല്ലയോ. ഈ 4 ആൻസേഴ്സും നമ്മളൊരു പത്തോളജി റിപ്പോർട്ടിൽ കൊടുക്കും. സർ, അങ്ങനെയാണെങ്കിൽ ഈ രോഗനിർണയം അല്ലാതെ ക്യാൻസർ ട്രീറ്റ്മെന്റിന് പെത്തോളജിന്റെ പങ്ക് എന്താണ്? തീർച്ചയായിട്ടും റോളുണ്ട്. ആദ്യം പല ക്യാൻസർ കോശങ്ങളും ഈസ്ട്രജൻ റിസപ്റ്റേഴ്സ്, പ്രൊജസ്ട്രോൺ റിസപ്റ്റേഴ്സ് എന്നുള്ള റിസപ്റ്റർ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പം അതിന് ആൻറ്റി ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ചോദിക്കും, ഈ റിസപ്റ്റേഴ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിനാണ് ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ട്യൂമർ സെൽസ് ER പോസിറ്റീവ് അല്ലെങ്കിൽ PR പോസിറ്റീവ്, ഈസ്ട്രജൻ റിസപ്റ്റർ പോസിറ്റിവിറ്റി ഓർ പ്രൊജസ്ട്രോൺ റിസപ്റ്റർ പോസിറ്റിവിറ്റി എന്ന് നമ്മൾ കണ്ടുപിടിക്കും. അതിന് തനതായ ചികിത്സയുണ്ട്, ടാർഗറ്റഡ് തെറാപ്പി. അപ്പം ആ തെറാപ്പി ക്യാൻസർ ക്യൂർ ചെയ്യാൻ തന്നെ സഹായിക്കും. ചുരുക്കം പറഞ്ഞാൽ ഒരു ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി പറയുമ്പോൾ ഒരു ഓങ്കോ സർജൻ, ഒരു റേഡിയോളജിസ്റ്റ്, ഒരു പത്തോളജിസ്റ്റ്, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, ഒരു റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്, ഈ 5 ടീം മെമ്പേഴ്സ് കൂടിയാണ് ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നടത്തുക. ഓക്കെ അല്ലേ?